സർ, ക്ലിയറിംഗ് ഏജൻസിന്ന് ഫോൺ വന്നിരുന്നു. നമ്മൾ കാനഡയിലേക്ക് അയച്ച കൺസൈൻമെന്റ് പാർട്ടി മടക്കി അയച്ചത്രേ. ചെയർമാൻ വന്നാലുടൻ മിസ്റ്റർ സുന്ദരയ്യരെ വിളിക്കണമെന്നും പറഞ്ഞു. രാകേഷിനോട് വരാൻ പറയും. എന്താ ബാലു? ഒരു സന്തോഷ വാർത്ത. കാനഡയിലേക്ക് നമ്മൾ അയച്ച കൺസൈൻമെന്റ് അവരിങ്ങ് തിരിച്ചയച്ചു. ഞാൻ അറിഞ്ഞു. ക്ലിയറിംഗ് ഏജന്റ് എന്നെ വിളിച്ച് പറഞ്ഞിരുന്നു. വാട്ട് ഈസ് ദ റീസൺ ഫോർ ദ റിജക്ഷൻ? അതെങ്കിലും അന്വേഷിച്ചോ? ഫാക്സ് ഇപ്പൊ കിട്ടിയതേ ഉള്ളൂ. എക്സ്പെക്ടഡ് ക്വാളിറ്റി ഇല്ലെന്ന് അവർ പറഞ്ഞിരിക്കുന്നത്. ഞാൻ ഓഫീസിൽ വന്നിട്ട് മണിക്കൂർ ഒന്നായല്ലോ. എന്താ രാകേഷ് ഇതുവരെ എന്നെ വിവരം അറിയിക്കായിരുന്നത്? സന്തോഷ വാർത്തയെന്നൊക്കെ ബാലു പരിഹാസമായിട്ട് പറഞ്ഞെങ്കിലും ഇതൊരു സന്തോഷ വാർത്തയൊന്നും അല്ലോ പെട്ടെന്ന് അറിയിക്കാൻ. നമ്മുടെ ഫാക്ടറിയിൽ ഉണ്ടാക്കുന്ന കോസ്റ്റ്യൂംസ് ഒന്നും ഇതുവരെ മടങ്ങി വന്നിട്ടില്ല. ഇത് രാകേഷ് കണ്ടുപിടിച്ച പുതിയ ഏതോ കമ്പനി നമുക്ക് സപ്ലൈ ചെയ്തല്ലേ. സോ യു ആർ റെസ്പോൺസിബിൾ. എന്റെ ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒളിച്ചോടാനൊന്നും ഞാൻ ശ്രമിക്കുന്നില്ല. കൂടുതൽ മെറ്റീരിയൽസ് വേണം. നമ്മുടെ ഫാക്ടറിയുടെ ഔട്ട്പുട്ട് കുറവാണെങ്കിൽ പുറത്തു നിന്ന് വാങ്ങാമെന്നൊക്കെ ചെയർമാൻ തന്നെയല്ലേ പറഞ്ഞത്. ഞാൻ നല്ലതുപോലെ ചെക്ക് ചെയ്തിട്ടാ മെറ്റീരിയൽസ് പാക്ക് ചെയ്തത്. പിന്നെ എന്തുകൊണ്ട് അവരത് റിജക്ട് ചെയ്തു? എനിക്കെങ്ങനെ അറിയാം? ആരോ മാർക്കറ്റിൽ നമുക്കെതിരായിട്ട് കളിക്കുന്നുണ്ടാവണം. അങ്ങനെ എനിക്ക് തോന്നുന്നു. ഒറ്റയടിക്ക് 1.5 കോടി രൂപയാ നഷ്ടം. എന്നിട്ട് രാകേഷിന്റെ മുഖത്ത് ഒരു കുറ്റബോധം കാണാനില്ല. അതാ എന്നെ അത്ഭുതപ്പെടുത്തുന്നത്. ഞാൻ എന്ത് കുറ്റം ചെയ്തു? കുറ്റം ചെയ്തവനല്ലേ കുറ്റബോധം തോന്നേണ്ട കാര്യമുള്ളൂ. ഐ റിപ്പീറ്റ്, യു ആർ റെസ്പോൺസിബിൾ. രാകേഷ് പഴയ സുഹൃത്തെന്ന് പറഞ്ഞ് കൊണ്ടുവന്ന ആളാണ് നമുക്ക് കുറഞ്ഞ ക്വാളിറ്റിയുള്ള മെറ്റീരിയൽ സപ്ലൈ ചെയ്തത്. കുറച്ച് ദിവസങ്ങളായിട്ട് ഞാൻ ശ്രദ്ധിക്കുന്നു. കമ്പനിയുടെ നേട്ടങ്ങൾക്കെല്ലാം കാരണം ബാലുവിന്റെ മഹത്വം. കോട്ടങ്ങളെല്ലാം എന്റെ കഴിവുകേട് കൊണ്ട് സംഭവിക്കുന്നത്. ഈ രീതിയിലാണ് ഈ സ്ഥാപനവുമായി ബന്ധപ്പെട്ട ഏത് വിഷയത്തിലും ബാലുവിന്റെ അപ്രോച്ച്. മെറ്റീരിയൽ സപ്ലൈ ചെയ്ത എക്സലന്റ് ഗാർമെന്റ്സിന്റെ MD രാകേഷിന്റെ ഫ്രണ്ടാണല്ലോ. അയാൾ ഉടനെ എനിക്ക് കാണണം. മുഴുവൻ തുകയ്ക്കും ചെക്ക് കൊടുത്തിട്ടില്ലല്ലോ. ഇല്ല, 25% അഡ്വാൻസ് കൊടുത്തിട്ടുണ്ട്. ഐ മസ്റ്റ് സീ ഹിം. ഒരു ഷിപ്മെന്റ് തിരിച്ചു വന്നു എന്ന് കരുതിയിട്ട് ഇത്രയും വേവലാതിപ്പെടേണ്ട കാര്യമൊന്നുമില്ല. തിരുവനന്തപുരം, കൊച്ചി, കോഴിക്കോട് 3 സ്ഥലങ്ങളിൽ 3 ഹാൾ എടുത്ത് എക്സിബിഷൻ സെയിൽ നടത്തിയാൽ മുടക്ക് മുതലിന്റെ 3/4 പങ്ക് നമുക്ക് തിരിച്ചു കിട്ടും. കോയമ്പത്തൂർ കോട്ടന്റെ ചരിത്രത്തിൽ ഇതുവരെ അങ്ങനെയൊന്നും നടന്നിട്ടില്ല. റീറ്റെയിൽ സെയിൽസ് അല്ലല്ലോ നമ്മുടെ തൊഴിൽ. ബാലു, ചരിത്രത്തെ നോക്കി ജീവിക്കാനല്ല, ചരിത്രത്തിന്റെ ഭാഗമാകാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. വ്യവസായത്തിൽ പുതിയ മേഖലകൾ കണ്ടെത്തണം. റിസ്ക് എടുക്കാതെ ലാഭം ഉണ്ടാക്കാനൊന്നും സാധ്യമല്ല. സോറി, ഐ ഹാവ് ആൻ അപ്പോയിന്റ്മെന്റ്. ഹലോ ഹലോ, ഞാനമ്മേ. 1 മണിക്കൂറായി കാത്തിരിക്കുന്നു. ഇവിടെ പകലാവുമ്പോ അവിടെ രാത്രിയല്ലേ. ഇവിടെ ജോലിക്കാരെ കിട്ടാൻ വലിയ ബുദ്ധിമുട്ടാ അമ്മേ. അതുകൊണ്ട് എല്ലാ ജോലിയും നമ്മൾ തന്നെ ചെയ്യണം. നീ കറികളൊക്കെ വെച്ചു തുടങ്ങിയോ? ഇന്ദുഗോപൻ എന്തു പറയുന്നു? ഇന്നലെ അവിയൽ വെച്ചു. അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടു. പക്ഷേ അമ്മ വെക്കുന്ന അവിയലിന്റെ സ്വാധീനം അല്പം വ്യത്യാസമുണ്ടെന്ന് പറഞ്ഞു. ഏത് പുരുഷന്റെ നാവിൽ അമ്മയുടെ പാചകത്തിന്റെ രുചി എന്നും ഉണ്ടാവും. അമ്മയുടെ കറിയുടെ രുചിയും ഭാര്യ വയ്ക്കുന്ന കറിയുടെ രുചിയും തമ്മിലുള്ള വ്യത്യാസം കുറയാൻ കാലതാമസം ഉണ്ടായെന്നിരിക്കും. അത് കഴിഞ്ഞ് എന്നെങ്കിലും ഒരിക്കൽ നിന്റെ കൈപുണ്യം എന്റെ അമ്മയ്ക്ക് പോലും ഉണ്ടായിരുന്നില്ല എന്ന് പറയാനും ഇടയുണ്ട്. നിന്റെ അച്ഛൻ എന്നോടങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ഒരു ദിവസം ഞാൻ അച്ഛനെ സ്വപ്നം കണ്ടു. അച്ഛൻ ഈ വീട്ടിൽ വരുന്നതായിട്ട്. ഞാൻ ഉണർന്ന് കരഞ്ഞപ്പോ അദ്ദേഹം എഴുന്നേറ്റ് ലൈറ്റ് ഇട്ടു. ഒരമ്മ കുഞ്ഞിനെ എന്നവണ്ണം അദ്ദേഹം എന്നെ ആശ്വസിപ്പിച്ചു. ഇന്ദുഗോപനെ നിനക്ക് കിട്ടിയത് നിന്റെ അച്ഛൻ ചെയ്ത പുണ്യം കൊണ്ടാണ് മോളെ. ചേട്ടത്തി കണ്ടുപിടിച്ചതല്ലേ. ഒരിക്കലും ചേട്ടത്തിയുടെ സെലക്ഷൻ മോശമാവില്ല. ഇവിടെ രാവിലെ 7:30 മണിക്ക് തന്നെ ഓഫീസ് തുടങ്ങും. ഞങ്ങൾ ഒരുമിച്ച് എഴുന്നേൽക്കും. എല്ലാ ജോലികളും ഒരുമിച്ച് ചെയ്യും. പാത്രങ്ങൾ പോലും അദ്ദേഹം കഴുകി വെക്കും. ഞാൻ എതിർത്താലൊന്നും ഒരു ഫലവും ഇല്ല.
ഞാൻ പഠനം തുടരാനും അദ്ദേഹം നിർബന്ധിക്കുന്നുണ്ട്. ഒരു ഡോക്ടർക്ക് ജോലിയുള്ള ഭാര്യ നല്ലതെന്ന് അദ്ദേഹം പറയുന്നത്. എന്റെ മനസ്സ് നിറഞ്ഞു. ശരി മോളെ, നാളെ ഞാൻ അങ്ങോട്ട് വിളിക്കാം. അവിടെ ടെലിഫോൺ ചാർജ് വളരെ കൂടുതലല്ലേ? അതൊന്നും സാരമില്ല. നിനക്ക് ഹോം സിക്നെസ് തോന്നുമ്പോഴൊക്കെ ദിവസം 2-3 പ്രാവശ്യം അമ്മയോട് സംസാരിച്ചോന്നൊക്കെ അദ്ദേഹം പറഞ്ഞു. ഇന്ദുവേട്ടന്റെ അമ്മയും ആഴ്ച 2-3 പ്രാവശ്യം ഇങ്ങോട്ട് വിളിക്കും. കൊച്ചമ്മാവനും അമ്മായി എന്നാ നമ്മുടെ വീട്ടിലേക്ക് വരുന്നത്? 2 ദിവസത്തിനകം വരുമെന്നാ പറഞ്ഞത്. അമ്മേ, കൊച്ചമ്മായിയുടെ അമ്മ അവിടെ വന്ന് താമസിക്കാൻ സകല വേലകളും കാണിക്കും. അമ്മ കാരുണ്യം കാണിക്കല്ലേ? ഇല്ല മോളെ, ചേട്ടത്തി ആ കാര്യം തീർത്ത് പറഞ്ഞിട്ടാ പോയത്. ശരി മോളെ, ഇനി നാളെ. ഉം. എളുപ്പം എല്ലായിടത്തും വെക്കും മോളെ. ഒന്നങ്ങോട്ട് മാറ്റിച്ചടി. ഏ, അമ്മ എന്തിനാ ബാഗും കൊണ്ട് വരുന്നത്? അല്ല, നീ എന്തിനാ ഇപ്പൊ നിന്റെ വെട്ടി ഒരുക്കുന്നത്? അമ്മയോടെല്ലാം പറഞ്ഞു കഴിഞ്ഞില്ലേ, ഞങ്ങൾ കരുണാലയത്തിലേക്ക് താമസം മാറുക. ഞാനും കരുണാലയത്തേക്ക് താമസം മാറ്റണു. ഹ, അത് സാധ്യമല്ലെന്ന് അഡ്വക്കേറ്റ് തരകൻ സാർ പറഞ്ഞത് അമ്മയും കേട്ടതല്ലേ? ആ കള്ളം വക്കീലാണോ എന്റെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത്? തൽക്കാലം കോയമ്പത്തൂരിലെ ചേട്ടത്തി വിചാരിക്കുന്നതേ നടക്കൂ. ചേട്ടത്തിയുടെ തീരുമാനമാ അഡ്വക്കേറ്റ് ഇവിടെ വന്ന് പറഞ്ഞത്. അമ്മ അങ്ങോട്ട് വരുന്നതിനോട് സുഖുച്ചേട്ടനും യോജിപ്പില്ല. എന്നെയും സുഖുച്ചേട്ടനെയും ദിവ്യമോളെയും കരുണാലയത്തിൽ നിന്ന് ഇറക്കി വിട്ടത് അമ്മ ഒറ്റൊരുത്തി കാരണമല്ലേ? അമ്മ വന്നാൽ ഞങ്ങളെ അവിടെ കയറ്റത്തില്ല. മാത്രമല്ല, 1-2 വർഷം കഴിഞ്ഞ് സുഖുച്ചേട്ടന് കൊടുക്കാന്ന് സമ്മതിച്ചിട്ടുള്ള ഭൂമിയുടെ കാര്യവും തദൈവ. അമ്മ അടങ്ങി ഒതുങ്ങി ഇവിടെ താമസിച്ചാ മതി. ഈ വീടിന്റെ വാടക ഞാൻ കൊടുത്തോളാം. അതുകൂടാതെ മാസം തോറും അമ്മയുടെ ചെലവിന് 5000 രൂപ തരികയും ചെയ്യാം. ഓ, അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങള്. നിനക്ക് നിന്റെ ഭർത്താവിന്റെ വീട്, എനിക്ക് വാടക വീട്. ഭർത്താവിന്റെ വീടെന്ന് പറയുന്നത് ശരിയല്ല. അത് സുശീല ചേച്ചിയുടെ വീടാ. വീട് ഭാഗം വെക്കുന്നില്ല. അതെന്നും സുശീല ചേച്ചിയുടേത് മാത്രമായിരിക്കും. ആ കാര്യവും അന്ന് വ്യക്തമായി അഡ്വക്കേറ്റ് പറഞ്ഞല്ലോ. പിന്നെ വാടക വീട്ടിൽ താമസിക്കേണ്ടി വന്നത് എന്റെ കുറ്റം കൊണ്ടല്ലല്ലോ. അമ്മ പൊക്കിപ്പിടിച്ച് പറയാറുണ്ടല്ലോ അമ്മയുടെ തറവാടിന്റെ പേര് ആവണശ്ശേരിയിൽ. എടി, ആ വീട് വിറ്റിട്ട് നിന്റെ തന്ത കള്ളു കുടിച്ചു, അതെന്റെ കുറ്റമാണോ? ചെറുപ്പത്തിലെ കരല് പഴുത്ത് ചാവുകയും ചെയ്തു പണ്ടാറും. അമ്മയെ പോലുള്ള ഒരു ഭാര്യയുടെ കൂടെ ജീവിച്ചാലേ ഭർത്താവിന്റെ കരളെ എങ്ങനെ പഴുക്കാതിരിക്കും? ഹോ, എന്റെ അച്ഛനെ ഞാൻ സമ്മതിച്ചിരിക്കുന്നു. അച്ഛന്റെ പടം വെച്ച് പൂജിക്കണം. പൂജേടി. ആ, പൂജിച്ചോളാം. കൊച്ചേട്ടനെന്താ എന്റെ മുഖത്ത് നോക്കാനൊരു മടി? കഴിഞ്ഞത് കഴിഞ്ഞു. ഇനി അതിനെ ചൊല്ലി സംസാരവും വേണ്ട, കുറ്റബോധവും വേണ്ട. നളിനി വരൂ. വാ മോള് വാ. അമ്മമ്മ അവിടെ കിടന്ന് ഭയങ്കര ബഹളം. ഒറ്റയ്ക്ക് താമസിക്കാൻ വേന്ന് പറഞ്ഞ് ഒച്ചത്തി കരച്ചില്ല. അങ്കിളുടെ സപ്പോർട്ട് പോയതോടെ അമ്മമ്മയുടെ ഓഫീസ് പൂട്ടി. എന്നാലും വിടുന്ന മട്ടില്ല. ദിവ്യമോൾ അവിടെ ഇവിടെയായിട്ട് കഴിയട്ടെ എന്ന് ഞാൻ പറഞ്ഞു നോക്കി. അതും അമ്മയ്ക്ക് സമ്മതമല്ല. ഞാൻ ചേച്ചിയോട് പറഞ്ഞിട്ടില്ലേ, എന്റെ അമ്മ ഒരു പ്രത്യേക ജന്മ. അമ്മയുടെ ഈ സ്വഭാവത്തിന് അവസാനം എന്തായിരിക്കും? എവിടെ കിടന്ന് മരിക്കും? ഒരു പിടിയുമില്ല. ഒരു ദിവസം ഒരു പ്രാവശ്യമെങ്കിലും കൊച്ചേട്ടൻ അവിടെ പോയി കാര്യങ്ങൾ അന്വേഷിക്കണം. ഞായറാഴ്ച നിങ്ങൾ 3 പേരും കൂടി പോണം. അങ്ങനെ ചെയ്താൽ ഒറ്റയ്ക്ക് താമസിക്കുന്നതിന്റെ പ്രയാസം മാറും. അമ്മ ഒറ്റയ്ക്ക് ഇതിനു മുമ്പും താമസിച്ചിട്ടുണ്ട് ചേച്ചി.
ഈ വീടും ഇവിടെ കിട്ടിയ സ്വാതന്ത്ര്യവും പിന്നെ സ്വത്തിനെക്കുറിച്ചുള്ള തെറ്റിദ്ധാരണയൊക്കെയാ അമ്മയെ ഇങ്ങോട്ട് വരാൻ പ്രേരിപ്പിക്കുന്നത്. നിങ്ങൾ മുറിയിൽ പോയി സാധനങ്ങൾ വെച്ച് കൈയും മുഖവും കഴുകി വരൂ. അപ്പോഴേക്കും ഞാൻ ചായയും പലഹാരങ്ങളും എടുത്തു വയ്ക്കാം. പോ. ദിവ്യമോളും അമ്മൂമ്മയും കൂടി താമസിച്ച മുറി ഇനി മോൾക്ക് മാത്രമാണ്. സമാധാനമായിരുന്നു പഠിക്കാം. അമ്മുമ്മയുടെ ശ്രീകൃഷ്ണ കീർത്തനം ലൗഡ് സ്പീക്കറിലൂടെ കേട്ടാ പഠിക്കാനും പറ്റില്ല, ഉറങ്ങാനും പറ്റില്ല. അയ്യോ, അതെ, സുകുമാരൻ മുതലാളിന്ന് വിളിച്ചു പുകഴ്ത്താൻ ഇനി ഇവിടെ ആരുമില്ല. അതുകൊണ്ട് എന്റെ വീട്ടുകാരൻ മാത്രമായി കഴിഞ്ഞാ മതി. കേട്ടോ മുതലാളി? ആ, വിളിക്കണ്ടേ? എന്താ എന്തിനാ കിടന്ന് അലറി വിളിക്കുന്നത്? ഞങ്ങൾ ഭയന്നു പോയല്ലോ. അയ്യോ അയ്യോ, ഞാൻ ഉറങ്ങാൻ കിടന്നതായിരുന്നു. ആരോ എന്റെ കഴുത്തിൽ കുത്തിപ്പിടിച്ച് എന്നെ കൊല്ലാൻ ശ്രമിച്ചു. അയ്യോ, ഞാൻ കണ്ണൂർന്നപ്പോ നമ്മുടെ സിനിമയിലൊക്കെ കാണുന്നത് പോലെ കണ്ണിന്റെ സ്ഥാനത്ത് 2 തീക്കനല്, മൂക്കിന്റെ സ്ഥാനത്ത് ഒരു വലിയ കുഴി, അതായത് പുറത്തേക്ക് ഉന്തി നിൽക്കുന്ന നീളം പല്ലുകള്. എന്റെ കഴുത്തിൽ പല്ലമർത്തി. അയ്യോ, അയ്യോ, നിങ്ങൾ വന്നില്ലെങ്കിൽ. അയ്യോ, രാജമ്മ ചേച്ചി ഇവിടെ തനിച്ചാണോ? അതെ, എന്റെ കഥകൾ കേട്ടാൽ നിങ്ങളും കരഞ്ഞു പോവും. ഞാൻ കഷ്ടപ്പെട്ട് വളർത്തിയ എന്റെ ഒരേ ഒരു മകൾ നളിനി ഇപ്പൊ എന്നെ നോക്കുന്നില്ല. പ്രേതബാധയുള്ള ഈ വീട്ടിൽ എന്നെ തനിച്ചാക്കിയിട്ട് എന്റെ മോളും കൊച്ചുമോളും സുകുമാരൻ മുതലാളിയുടെ കൂടെ കരുണാലയത്തിലേക്ക് പോയി. അയ്യോ അയ്യോ അയ്യോ, എന്നെ പിടിക്കാൻ വരൂ. അയ്യോ അയ്യോ അയ്യോ, എന്നെ ഇപ്പൊ കൊല്ലും. അയ്യോ, പൊക്ക് പൊക്ക്. ബോധം പോയല്ലോ. പതുക്കെ.
കഷ്ടപ്പെട്ട് വളർത്തിയ അമ്മയെ തനിച്ച് പ്രേതബാധയുള്ള വീട്ടിൽ താമസിപ്പിച്ചിട്ട് സുഖവാസത്തിന് വലിയ വീട്ടിൽ പോയ ആ സ്ത്രീയെ നമുക്ക് കാര്യമായിട്ടൊന്ന് കൈകാര്യം ചെയ്യണം. ഇനി ഈ കട്ടിലിൽ ഇങ്ങനെ സമാധാനത്തോടെ കിടക്കാൻ കഴിയുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചതേയില്ല. അമ്മ ഇവിടെ താമസിപ്പിക്കരുതെന്ന് ഞാൻ ആദ്യമേ പറഞ്ഞതാ. സുശീല ചേച്ചിയുടെ നിഷ്കളങ്കത കൊണ്ട് അമ്മയെ ഇവിടെ വിളിച്ചു കയറ്റി. ഈ പ്രായത്തിൽ അടങ്ങി ഒതുങ്ങി ഈശ്വരനാമം ചൊല്ലി കഴിയല്ലേ വേണ്ടത്? പറഞ്ഞിട്ടെന്ത് ഫലം? സുശീല ചേച്ചിയെ പോലെ തന്നെ സുഖിച്ചേട്ടനും പാവാ. അതുകൊണ്ടല്ലേ അമ്മയുടെ പുകഴ്ത്തലിൽ വീണതും അമ്മ കൊട്ടിയ താളത്തിനെല്ലാം തുള്ളിയതും. ദേ, അഡ്വക്കേറ്റ് തരകൻ സാർ പറഞ്ഞതെല്ലാം ഓർമ്മയുണ്ടല്ലോ. അമ്മ ഇവിടെ താമസിക്കുന്നില്ല എന്ന് വ്യക്തമായാൽ മാത്രമേ പുരയിടം നമുക്ക് ഭാഗം വെച്ച് തരൂ. കിടക്ക്. ഇവിടെ ആരുമില്ലേ? കഥ തുറക്കാൻ പറഞ്ഞില്ലേ? ഇവിടെ ആരുമില്ലേന്നാ?